ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്ത് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനാ യജ്ഞത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് സകലതും നവീകരിക്കുന്ന ആത്മാവാണ് എന്ന യാഥാർത്ഥ്യമാണ്. ഇത് വെളിപാട് പുസ്തകം 21-ാം അധ്യായം 5-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതാ സകലതും ഞാൻ നവീകരിക്കുന്നു. അത് എപ്രകാരമാണ് ദൈവം സാധ്യമാക്കുന്നത് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിലൂടെയാണ് സകലതും അവിടുന്ന് നവീകരിക്കുന്നത്. പറയുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഒരു നവീകരണം ആവശ്യമാണ്. അത് സാധ്യമാക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന കാര്യം നാം തിരിച്ചറിയണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 683 മുതൽ 85 വരെയുള്ള പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിൻ്റെ 683, 83, 84, 85 ഈ പാരഗ്രാഫുകളിൽ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ദ പ്രൈമറി ഏജന്റ് ഓഫ് റിന്യൂവൽ ഈസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് നവീകരിക്കുന്ന, സകലതും നവീകരിക്കുന്ന ആത്മാവ് എന്നുള്ളത് തിരുസഭയിൽ നമ്മെ ഈ വചന വെളിച്ചത്തിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, ആദ്യത്തെ പെന്തക്കോസ്ത് ആദിമ ക്രൈസ്തവ സമൂഹത്തെ പുതുക്കിപ്പണിത ഒരു സംഭവമാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഗതിമാറ്റിയ സംഭവമാണ് ആദ്യത്തെ പെന്തക്കോസ്ത്. ശിഷ്യന്മാർ അസാധാരണമായ രീതിയിൽ ധൈര്യശാലികളായി മാറി, ശക്തരായി മാറി. ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും പെന്തക്കോസ്തായ്ക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 17:6 നമ്മൾ കണ്ടതാണ്. ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായിട്ട് അവർ മാറി. അസാധാരണ ശക്തി, അസാധാരണ ധൈര്യം അവർക്കുണ്ടായി ആദ്യത്തെ പെന്തക്കോസ്തായിലൂടെ. അതുകൊണ്ട് തന്നെ ഒരു പുതിയ പെന്തക്കോസ്ത് നമുക്ക് ലഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും സാധ്യമാകും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള 2 കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലാണേലും കുടുംബത്തിലാണേലും സമൂഹത്തിലാണേലും ഈ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ പറയും, ഒന്നാമത്തെ കാര്യം റെനോവേഷൻ, രണ്ടാമത്തെ കാര്യം അപ്ഡേഷൻ. ഈ 2ഉം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാറുള്ള കാര്യങ്ങളാണ്. മറ്റു പല ഭൗതിക തലത്തിൽ നമ്മൾ കാണുന്നുണ്ട്. റെനോവേഷൻ എന്ന് പറഞ്ഞാൽ പുതുക്കിപ്പണിയുക, അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ മെച്ചപ്പെടുത്തുക. ഇവ 2ഉം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഭൗതിക തലത്തിൽ മാത്രമല്ല, ആത്മീയ തലത്തിലും ഈ 2 കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഇനി ഇത് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ചില ആപ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ ഒരു സൂചന നൽകും, അപ്ഡേറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഫോൺ അത് മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ അപ്ഡേറ്റ്സ് അവൈലബിൾ എന്ന് നമ്മൾ കാണാറുണ്ട്. ശുശ്രൂഷകളെക്കുറിച്ച് പറയുമ്പോഴും നവമായ ശുശ്രൂഷകൾ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, കല്യാണത്തിനൊക്കെ ഇന്ന് ഏതെല്ലാം വിധത്തിലാണ് നോവൽറ്റി കൊണ്ടുവരുവാൻ, പുതുമയുള്ള കാര്യങ്ങൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കാണാൻ പറ്റും. പറയുന്നുണ്ട്, ഇക്കാര്യങ്ങളെല്ലാം ആത്മീയ തലത്തിലും നല്ലതാണ്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് റെനോവേഷൻ, രണ്ടാമത്തേത് അപ്ഡേഷൻ. ഇത് 2നും പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഏതാനും ചില കാര്യങ്ങൾ ഈ ആത്മീയ തലത്തിലുള്ള റെനോവേഷനും അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അകന്നു പോയവർ തിരിച്ചു വരിക എന്നുള്ളത് ആവശ്യമാണ്. ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22, അതുപോലെ 12 ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തിരിച്ചു വരിക. അവിശ്വസ്തത കാണിച്ച ഇസ്രായേലെ തിരിച്ചു വരിക. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ തിരിച്ചു വരാൻ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം,
നഷ്ടമായത് വീണ്ടെടുക്കുക. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമായിരിക്കാം, പള്ളിപ്പോക്കായിരിക്കാം, വിശുദ്ധ കുർബാനയായിരിക്കാം. നഷ്ടമായെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തണം. മൂന്നാമത്തേതാണ് നല്ലത് മെച്ചപ്പെടുത്തി നവീകരിച്ച് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുക എന്നുള്ളത്. എബ്രായ ലേഖനം 6-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ വചനത്തിൽ നാം വളരണം. എഫേസസ് 3:17 വായിച്ചാൽ സ്നേഹത്തിൽ നാം വളരണം. യോഹന്നാന്റെ സുവിശേഷം 12:26 വായിച്ചാൽ ശുശ്രൂഷയിൽ നാം വളരണം. വചനത്തിൽ, സ്നേഹത്തിൽ, ശുശ്രൂഷയിൽ മെച്ചപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടാകണം. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ കണ്ണുകളൊന്ന് അടച്ച് നമ്മൾ കേട്ട വചന സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കാൻ, സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നൊവേനയിൽ പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഒരു പുതിയ പന്തക്കുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു. ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ. പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവെ, പന്തക്കുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ. നീറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ. പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ശിരസ് നമിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.